സംസ്ഥാനത്ത് വീണ്ടും പോലീസ് ആത്മഹത്യ. മരിച്ചത് രാവമംഗലം സ്റ്റേഷനിലെ ഡ്രൈവർ ബിജു. മൃതദേഹം കണ്ടെത്തിയത് രാവിലെ വീടിനുള്ളിൽ. അരീക്കോട്ടെ കമാൻഡോയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം തുടരുന്നു. ക്യാമ്പിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ്. വിനീതിന്റെ ആത്മഹത്യയിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി അന്വേഷണം തുടങ്ങി. റെഞ്ചിന്റെയും ഫെൻസിങ്ങിന്റെയും ഒക്കെ പണി അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഇന്ന് ചെയ്യേണ്ട പണി ഇതാണ്. എല്ലാവരും കൂടണം. ബോഡി വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടെ കൂടി അവരുടെ തിണ്ണയിൽ ഇറക്കി വെക്കും. അവിടെ ഇരിക്കട്ടെ, തീരുമാനം ഉണ്ടായിട്ട് എടുത്ത് മറവ് ചെയ്താണ്, അല്ലെങ്കിൽ അവിടെ വെച്ചാൽ മതി. കുട്ടമ്പുഴയിൽ ആന ചവിട്ടിക്കൊന്ന എൽദോസിന്റെ സംസ്കാരം അല്പസമയത്തിനകം. രോഷമടങ്ങാതെ നാട്ടുകാർ. കോതമംഗലത്തും കുട്ടമ്പുഴയിലും ജനകീയ ഹർത്താൽ. വനമന്ത്രി രാജിവെക്കണം എന്ന് കത്തോലിക്ക കോൺഗ്രസ്. അങ്കമാലി എരുമേലി ശബരി പാതയിൽ തടസ്സവാദവുമായി റെയിൽവേ. ഒറ്റവരിപ്പാതയിൽ ഇരട്ടപ്പാതയുടെ സാധ്യത പരിശോധിക്കണമെന്ന നിർദ്ദേശം. പദ്ധതി വൈകിപ്പിക്കുകയാണെന്ന ആശങ്ക. ഇരട്ടപ്പാതയുടെ എസ്റ്റിമേറ്റ് ആവശ്യപ്പെട്ടത് ത്രികക്ഷി കരാർ ഒപ്പിടാനിരിക്കെ. SFI പ്രതിഷേധത്തിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാലയിൽ. സെനറ്റ് ഹാളിലേക്ക് കുതിച്ചെത്തി സമരക്കാർ. ഗവർണർ സെമിനാറിൽ പങ്കെടുക്കവേ വാതിൽ ചവിട്ടി തുറക്കാൻ SFI ശ്രമം. കാർ നിർത്തി പുറത്തിറങ്ങി മാധ്യമങ്ങളോട് ക്ഷുഭിതനായി മടക്കം. മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച 2 പേർ അറസ്റ്റിൽ. ഹർഫിദും അഭിരാവും പിടിയിലായത് ബംഗളൂരു ബസ്സിൽ കൽപ്പറ്റയ്ക്ക് വരുന്നതിനിടെ. 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. തിരുവനന്തപുരത്തെ ആശുപത്രികളിലെ രോഗികളുടെ വിവരങ്ങൾ തിരുനെൽവേലിയിൽ വലിച്ചെറിഞ്ഞ നിലയിൽ. ഒപ്പിട്ട് നൽകിയ സമ്മതപത്രങ്ങളും ഉപേക്ഷിച്ച നിലയിൽ. സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ മാലിന്യങ്ങളും റോഡരികിൽ.